ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ദിവസം, അതായത് ഒരു 1 ഡേ ട്രിപ്പിന് പോകാൻ പറ്റുന്ന 3 സ്ഥലങ്ങൾ നമുക്ക് ഒരു ദിവസം എങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഞങ്ങൾ പോയത് ആദ്യം കോലാർ ഡിസ്ട്രിക്റ്റിലുള്ള മാർക്കണ്ഡേശ്വര ടെമ്പിൾ. ഏകദേശം KR പുരത്ത് നിന്ന് ഒരു 60 കിലോമീറ്റേഴ്സ് കാണും. നമുക്ക് ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ഹൈവേയിലൂടെ പോവുകയാണെങ്കിൽ നമുക്കൊരു 1 അവറിൽ തന്നെ നമുക്ക് ഈ ഒരു അമ്പലത്തിൽ എത്താൻ പറ്റും കേട്ടോ. ഇവിടെ നട തുറക്കുന്നത് ഏകദേശം 10 മണി 10:30 അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ആദ്യം കാണാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ടെമ്പിൾ വിസിറ്റിന് ശേഷം നമ്മൾ നേരെ വന്നത് ഇവിടെയുള്ള ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബെത്തമംഗല രാമസാഗര ലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് വെരി ഷുവർ. ഇപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് ഞങ്ങൾ പോയത് രാമസാഗര ലേക്ക് എന്നാണോ അതിൻ്റെ പേരെന്നുള്ളത്. എനിവേ അതൊരു ഫ്രഷ് വാട്ടർ റിസർവോയറാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. നമുക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതർ ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഇതിപ്പം മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തിപ്പം വെള്ളമില്ല കേട്ടോ, ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കതിലൂടെ ക്രോസ് ചെയ്ത് ആ ഒരു ഭാഗത്തോട്ട് പോകാം. ആ ക്രോസ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം അത് ഏകദേശം സെയിം ലെവലിൽ തന്നെ അവിടെ വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്താണെങ്കിൽ കുറച്ചൊരു താഴ്ചയുമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഭാഗത്ത് ഒത്തിരി മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു, അത്യാവശ്യം കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് വിട്ടു. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അവനി ഹിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ 3rd ഡെസ്റ്റിനേഷൻ അവനി ഹിൽസ് ഓർ അവനി ബെട്ട അവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. അവിടെ എത്തിയപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ഭക്ഷണശാലകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തിരിച്ച് നമ്മൾ ഹൈവേയിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അവിടെ മുൾബാഗിൽ ദോശ അവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ച് അവനിബെട്ടയിലോട്ട് പോയി കേട്ടോ. അവിടുത്തെ ബേസിൽ ഒരു ടെമ്പിൾ ഉണ്ട്, രാമലിംഗേശ്വര ടെമ്പിൾ. അത് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് നമുക്കവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ യുണീക്ക് റോക്ക് ഫോർമേഷനാണ്. അത് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ട്രക്കിംഗ് എക്സ്പീരിയൻസ്, അത് അതിമനോഹരമായിട്ടുള്ളൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ അത്രയും ഡിഫിക്കൽട്ടൊന്നും അല്ല അത് ട്രക്ക് ചെയ്യാൻ, വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു സ്ഥലമാണ്. ഇതുപോലെ നല്ല വെൽ ബിൽട്ടായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അതല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്താ പറയുക, കമ്പി കൊണ്ട് കെട്ടിയിട്ടുണ്ട്, റെയിലിങ്സ് പോലെ കെട്ടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രം സ്ലിപ്പറിയാണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മഴക്കാലമാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, പച്ചപ്പൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പം ദിസ് ഇസ് ഓൾസോ വെരി നൈസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അവനിബെട്ടയുടെ ഈ ഒരു ട്രക്കിംഗ്. ഒരു മസ്റ്റ് വിസിറ്റാണ്. നമുക്ക് അവനിബെട്ടയിലോട്ട് മാത്രമായിട്ട് ഒരു 1 ഡേ നമുക്ക് ട്രിപ്പ് വേണമെങ്കിൽ ചെയ്യാം. അത്രയും നമുക്ക് എന്താ പറയുക കാണാനുണ്ട്. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഈ അവനിബെട്ടയിലുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മൾ നേരെ ട്രക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് പോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇവിടെ വാൽമീകി മഹർഷി തപസ് ചെയ്ത സ്ഥലമാണ്. അതുപോലെ തന്നെ ലവകുശന്മാരുടെ ബർത്ത് പ്ലേസാണ്. സീതാദേവി ഒരുപാട് നാൾ സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് നമ്മുടെ ലവകുശന്മാരുടെയും അങ്ങനെയുള്ള വാൽമീകി മഹർഷിയുടെ ഒക്കെ അവിടെ ഇവിടങ്ങളായിട്ട് കാണുന്നുണ്ട്. കന്നഡയിലാണ് എല്ലാം എഴുത്തൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതുപോലെ കൊച്ചു വാട്ടർ ബോഡീസ് അവിടെ ഇവിടെയായിട്ട് കാണാം. അതിൽ മെയിനായിട്ടുള്ളൊരു വാട്ടർ ബോഡി ഇവിടെ വരുന്നുണ്ട്. അത് ലക്ഷ്മൺ തീർത്ഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ലക്ഷ്മണൻ സീതാദേവിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു വാട്ടർ ബോഡിയാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ധാരാളം കുഞ്ഞു കുഞ്ഞു ഫിഷസിനെയൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു. പക്ഷേ ആ വെള്ളം നമുക്ക് തൊടാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ ആ ഒരു രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാനാ പറഞ്ഞ ലക്ഷ്മൺ തീർത്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ആയതുകൊണ്ട് തന്നെ ശരിക്കും നല്ലൊരു സൺസെറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലോട്ടാണ് നമ്മളിനി പോകുന്നത്. ശരിക്കും അവിടെ ട്രക്കിങ് ചെയ്യുമ്പോഴല്ലോ നമ്മൾ കുറച്ച് നേരമൊക്കെ നമ്മൾ ഷൂസൊക്കെ ഇട്ട് ട്രക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഷൂസൊക്കെ ഒഴിഞ്ഞ് മാറ്റിയിട്ടാണ് നമ്മൾ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറിയത് കേട്ടോ. നല്ല രസമായിരുന്നു. ഇപ്പോൾ തന്നെ സൺസെറ്റായി. അപ്പോൾ ഇവിടെ ഈ സമ്മിറ്റിലാണ്, ഏറ്റവും ടോപ്പിലാണ് സീതാ പാർവതി ടെമ്പിൾ വരുന്നത് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തുമ്പോഴേക്കും 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ടെമ്പിൾ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. 5:30 മുന്നേ തന്നെ ടെമ്പിൾ ക്ലോസ് ചെയ്യും. പക്ഷേ അവിടെ വന്ന് നമ്മുടെ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അവനിബെട്ടയിലെ ട്രക്കിംഗ്. ഒരു മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പോകണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രക്ക് ചെയ്യാം. അങ്ങനെയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ മോർണിംഗ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈവനിങ് ചെയ്യാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഉച്ച സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും
മനസ്സിലിട്ട് വെച്ചോളൂ. ഒരു മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു ഈവനിങ് രാത്രിയോളായി നമ്മൾ എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി. കുറച്ച് ഇവിടെ ഒരു വീടാണ് കേട്ടോ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എങ്ങനെയാണ്? സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.